ഹായ്, എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിലും അങ്ങ് കൊച്ചു ദുബായിലൊക്കെ നടക്കുന്നത്? വല്ല പിടുത്തമുണ്ടോ? ഒരു സജന ഫിറോസ് കുറച്ച് ദിവസമായിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിലും കടന്ന് കളിക്കുന്ന ഒരു വിഷയമാണ്. കേട്ട് കേട്ട് മടുത്തു. ഈ കോണ്ടന്റ് ചെയ്യാനും താല്പര്യമില്ല, ഇത് കേൾക്കാനും താല്പര്യമില്ല എന്നുള്ള മാതിരിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരവസ്ഥ. എങ്കിലും ഞാനിപ്പോൾ ചെയ്യാനുള്ള ഒരു കാരണം എന്താ അറിയോ? സത്യം പറഞ്ഞാൽ ഈ ഫിറോസും സജനയും പാടെ പിരിഞ്ഞതോടുകൂടി ഇതിലിഞ്ഞിപ്പോൾ ആരൊക്കെ കുടുങ്ങുക? ദാവൂദ് ഇബ്രാഹിം കുടുങ്ങുമോ, അതോ ട്രംപ് കുടുങ്ങുമോ, ബില്ലാദൻ രണ്ടാമത് ജീവിച്ചു വരുമോ? ഒന്നും ഒരു പിടുത്തമല്ല. അജാതിയായിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്താന്നല്ലേ, മറുനാടൻ ടിവിക്ക് ഒരു 2 ദിവസം മുമ്പ് സജിന ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. സജിന അങ്ങോട്ട് ചോദിച്ചിട്ട് ഇന്റർവ്യൂ വാങ്ങുന്ന ആളാണെന്നൊക്കെയാണ് ഈ എന്താ പറയാ, ദിയാസന പറയുന്നത്. അതിനല്ലേ എന്റെ പേര്, അവള് പറയുന്നത്. അപ്പൊ അതിനിടയ്ക്ക് അവള് ഈ ദിയാസനെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞിരുന്നത്, ദിയാസന ഫുള്ള് MDM ആണ്, അതുപോലെ തന്നെ ഫുള്ള് ലഹരിയുടെ ലോകത്ത് ജീവിക്കുന്നതാണെന്ന്. എനിക്ക് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിനോടാ പറയാനുള്ളത്, നിങ്ങൾ ഈ പെരുമ്പാവൂരിൽ കൂടെ ബംഗാളിന്റെ പിന്നാലെ നടന്നിട്ട് തൂഫാനായിട്ട് ഒരു കാര്യമല്ല. നിങ്ങൾ ഈ ഐറ്റംസ്, അതായത് മാന്യമായി ജീവിക്കുന്ന പകൽ മാന്യന്മാരില്ലേ, സെലിബ്രിറ്റികളെ പോലെ ഒന്ന് പോയി സെർച്ച് ചെയ്തൊക്കെ. പട്ടാമ്പി മണലിനേക്കാൾ കൂടുതൽ അവിടെ സാധനം ഉണ്ടെന്നാ കേട്ടത്. കുറച്ചു കാലമായിട്ട് തൊപ്പിയും കൂട്ടരായിരുന്നു ഈ സേഫ്റ്റി ടാങ്കിന്റെ ഒക്കെ പരിപാടി എടുത്തിരുന്നത്. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയേറിയല്ലേ. ഇപ്പൊ ഇവരായിക്കണു. ഈ സജന എന്ന് പറയുന്ന പെണ്ണില്ലേ, ഇവള് സംഭവാട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം ഇത്രയും കാലം ഇവിടെ വാഴ്ത്തിയും കൊണ്ട് നടന്നിരുന്നു. എന്തിനെ? ഫിറോസിനെ ഇറക്കേറ്റാൻ വേണ്ടിയിട്ടും ഫിറോസിനെ തെറി വിളിക്കാൻ വേണ്ടിയിട്ടും. ഞാൻ ഒരൊറ്റ വീഡിയോ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഇവളോടുള്ള ദേഷ്യം കൊണ്ടോ വെറുപ്പും കൊണ്ടൊന്നുമല്ല. കാരണം എന്താ അറിയോ, ഇവളെ സപ്പോർട്ട് ചെയ്ത ആളുകൾ മുഴുവൻ തിരുത്തേണ്ടി വരുന്നുള്ളത് ഇവളുടെ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിക്കണു. ഞാൻ എപ്പോഴും വീഡിയോ ഇടാൻ ലേറ്റ് ആണെന്ന് പലരും പറയും. അതെന്തുകൊണ്ടറിയോ? ഞാൻ എന്തെങ്കിലും ഒരു കോണ്ടന്റ് എടുത്തിടുക എന്നുള്ളതല്ല, ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ ഇടുള്ളൂ. അല്ലാതെ നാട്ടുകാരെ നന്നാക്കിയിട്ടൊന്നും ഒരു കാര്യമല്ല. അപ്പൊ അതിന്റെ പേരിലാണ് ഏതൊരു കാര്യവും ഞാൻ അതിന്റെ വസ്തുത എന്താന്ന് ശരിക്കും അറിഞ്ഞിട്ടും പഠിച്ചിട്ടും തന്നെയുള്ളൂ ഞാൻ വീഡിയോ ചെയ്യുക. വെറുതെ ഓരോന്ന് വിളിച്ച് പറയാൻ നിൽക്കലില്ല. അപ്പോ ഇപ്പൊ ഞാൻ വന്നത് എന്താ വെച്ചാൽ, ദിയാസനയുടെ ഒരു വീഡിയോ കണ്ടു. മറുനാടൻ ടിവിക്ക് എതിരെയും ഈ സജന ഫിറോസിനെതിരെയായിട്ടുള്ള ഒരു വീഡിയോ. അതൊന്ന് കാണാം, എന്നിട്ട് ബാക്കി കാണാം. ഹലോ എവ്രി വൺ. ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇന്നലെ മറുനാടൻ മലയാളി ചാനലിനകത്ത് സജന നൂർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് മുഴുനീളൻ അവരും ഫിറോസും റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പറ്റിയിട്ടൊരു അലിഗേഷൻ വന്നു. ഞാൻ MDMA കൊടുത്തു. MDMA ഇവളൊക്കെ കുറിച്ചിട്ട് വെറുതെ ഓരോന്ന് പറഞ്ഞാണ്ടല്ലോ. നല്ല പെണ്ണാ. അറിയില്ലെങ്കൊക്കെ പണ്ട് ബസ്സിന്ന് ഒരുത്തനെ പിടിച്ച് വലിച്ചിറക്കിയിട്ട് പേരും അടിച്ചു. എന്ത് നോക്കിന്നോ തോണ്ടീന്നോ പറഞ്ഞിട്ട്. റീച്ചിനും എങ്ങനെയെങ്കിലും 4 ആളെ മുമ്പിൽ ആളാകാൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ടോ? അവിടെ ഏത് പട്ടി ഷോ കാണിക്കാൻ ഇവള് റെഡിയാ. ആ ഓളെ പറയണേ, എന്നെ കുറിച്ച് ആരും എന്തോ മോശം പറഞ്ഞ മാതിരി എനിക്കൊരു തോന്നലേന്ന്. ശരി, ബാക്കി പറ. ഉപയോഗിച്ചു. അതുപോലെ ഞാൻ MDMA കാരിയർ ആണ്, അവർക്ക് MDMA തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പം മറുനാടൻ മലയാളി ചാനൽ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ചാനലാണ്. പണ്ട് മുതലേ അവർക്ക് ഇതിൻ്റെ അടുത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഷാജൻ സ്കറിയക്കെതിരെ. സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നം ആ ചാനലിന് എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുനീളൻ വീഡിയോയിലെ ഒരു പോയിന്റായ ഞാൻ MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംബ്നെയിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനിപ്പം മ്യൂസിയം സുരാജ് പറഞ്ഞ മാതിരി നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്കക്ക് പോണേക്കൂലേ? അതേമാതിരി ഇപ്പോൾ അവസ്ഥ. ചെയ്യേണ്ടതും കാട്ടേണ്ടതും ഒക്കെ നീ കാട്ടും. എന്നിട്ട് അതിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അപ്പൊ ഓടും മ്യൂസിയം പോലീസ് സ്റ്റേഷനിക്കും സൗത്ത് പോലീസ് സ്റ്റേഷനിക്കും. എന്താ വിളയാതുകൊണ്ട് കാര്യം? അന്നെ കൊണ്ട് ഇജ്ജ് എന്നിട്ട് ഏത് കേസാ ഇജ്ജ് തെളിയിപ്പിച്ചിരിക്കണേ? ഇജ്ജ് കുറേ കേസ് കേരളത്തിൽ ഇജ്ജ് കേസ് കൊടുക്കാത്ത ആള് ചിലപ്പോൾ ഞാൻ തന്നെ ബാക്കി ഉണ്ടാകും. ഇനിയിപ്പോ ഈ വീഡിയോയുടെ കൂടെ അതും ആവുന്ന തോന്നുന്നത്. ഇത് ഏതെങ്കിലും തെളിഞ്ഞിക്കണോ? ഇത് കേസ് കൊടുക്കാറിട്ട് ഓളൊരു ലിസ്റ്റും കൊണ്ട് വരും. എന്തായാലും പറ. പോലീസ് സ്റ്റേഷനിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി എടുത്തു. അപ്പൊ ഡീഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്കുകളിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വിവരം തരും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് റസൂൽ പൂക്കുറ്റി അതുപോലെ സജന ഇവരെ രണ്ടുപേരെയും ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കാം. ഓല് തമ്മിലുള്ള ബന്ധം ഇനിയിപ്പൊ ഇജ്ജ് പറഞ്ഞിട്ട് നാട്ടുകാർ അറിയണ്ട. ഓല് തമ്മിലുള്ള ബന്ധം പുറത്തറിയും ചെയ്തു. അതിന്റെ ഇടയ്ക്ക് ഓൾക്ക് എന്തോ ഗർഭം ഉണ്ടെന്ന് പറഞ്ഞു. എത്ര 9 ആഴ്ച 10 ആഴ്ച എന്തോ ആവും ചെയ്തു. ഇനിയിപ്പോ ഇജ്ജ് എന്ത് പറയാനോ അവരെ കുറിച്ചിട്ട്?
ഇതിന് മുമ്പൊന്നും എനിക്ക് പറയാൻ തോന്നിയില്ലല്ലോ. ഇപ്പൊ എല്ലാം പറഞ്ഞ് അന്നെ കുറിച്ച് സജിന അങ്ങോട്ട് പറഞ്ഞപ്പോ അപ്പോഴാണ് ഈ ജോലെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തുവിടാൻ വന്നിട്ടുണ്ടായില്ലേ. പറ. ണ്ട്. കാരണം ഇപ്പൊ എന്തായാലും ഞങ്ങളെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ വെളിയിൽ വരാതിരിക്കാൻ മേ ബി ഞങ്ങളെയൊക്കെ അടപ്പിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം, എല്ലാത്തിനെയും കൂടെ കുറെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ടിട്ടായിരിക്കാം മേ ബി ഞങ്ങളെയൊക്കെ നെഞ്ചത്തോട്ട് ഇങ്ങനെയുള്ള അലിഗേഷനൊക്കെ വെച്ച് തന്നേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഡ്രഗിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. ഡ്രഗ് എഗെയിൻസ്റ്റ് ഡ്രഗ് എന്നുള്ള രീതിയിൽ അത് കണക്ക് കൂട്ടണ്ട. ഏത് ഡ്രഗിനെതിരെ പ്രവർത്തിക്കുന്നതും നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇത് യൂസ് ചെയ്യൂല എന്നുള്ളത് അങ്ങനത്തെ വിചാരമൊന്നും നിന്നെ കുറിച്ച് എന്തായാലും മലയാളികൾക്ക് ഉണ്ടാവില്ല. അതിന്റെ മെയിൻ റീസൺ എന്താ അറിയോ? ഇവിടെ ഒരു ഉമ്മയെ മോൻ കൊന്നു, ഒരു ഉമ്മമാരെ മാത്രം കൊല്ലുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. MDM ഉപയോഗിച്ചിട്ടും ലഹരിയുടെ ഉപയോഗിച്ചിട്ടും, എന്താ ചെക്കൻ്റെ പേര്, സഫാൻ. ആ ഒരു സമയത്ത് കേരളത്തിൽ വമ്പിച്ച റൈഡായിരുന്നു. എന്തിന്? ആര് ലഹരി എവിടെ ഉണ്ടോ, ഒരു നിഴലുണ്ടോ അവിടെ പോയി പിടിക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും മുമ്പിൽ നിന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്, MDM-നെതിരായിട്ട്. അയാളെ പിന്നെ MDM പിടിച്ചത്, അതറിഞ്ഞില്ലേ? അപ്പോൾ അത് കണക്ക് കൂട്ടണ്ട. എതിരായി നിൽക്കുക എന്നുള്ളത് അത് വേറെ, അതൊക്കെ സ്ക്രീനിൽ അങ്ങനെ മതി കേട്ടോ. അതുകൊണ്ട് അത് വലിയൊരു ഐഡന്റിറ്റി ആയിട്ടൊന്നും കൂട്ടണ്ട. ബാക്കി പറയും. മുദ്രാവാക്യം വരെ വിളിച്ചിട്ട് സമരം നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പൊ പോലും ഈ പറഞ്ഞ ഈ റീസെന്റ് നടന്ന തൂഫാൻ ഇഷ്യൂകളിലൊക്കെയും പ്രതികരിച്ചിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. കൊടുന്നതെന്ന് പറയോ, ചുരുക്കി പറഞ്ഞ ഈ വിഷയത്തേക്ക് വാ. അങ്ങനെ ഇരിക്കുന്ന എന്നെ ഞാനൊരു ഡ്രഗ് ഡീലറാണ്, ഡ്രഗ് കാരിയർ ആണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു അലിഗേഷൻ എന്റെ മുമ്പിൽ വെക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള പ്രൂഫ് അതിന് വെക്കണം. ഒരാൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന് എടുത്തിട്ട് അലക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അങ്ങനെ അലക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇന്നലെ തന്നെ വീഡിയോ ഇട്ടതിൽ ബുദ്ധിമുട്ടുണ്ടാവൂലേ? പുറകിൽ തന്നെ ഒരുപാട് ആളുകൾ തംബ്നെയിൽ ഉപയോഗിച്ചു കൊണ്ടിട്ട് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ടിട്ടും ഒക്കെ ഉള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് വിഷയത്തിന്റെ ഗൗരവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ കുറെ അധികം കാര്യങ്ങൾ ഇനി പറയും. അതെല്ലാം ഉൾക്കൊള്ളിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യുക. ഈ തംബ്നെയിൽ ഇങ്ങനെ വെക്കുമ്പോൾ എന്റെ ഈ ഫാമിലി, എന്റെയും കുടുംബത്തിനൊക്കെ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്. ഒരു മിനിറ്റ്, എന്താ അപ്പച്ചി പറഞ്ഞത്? കുടുംബം, ഫാമിലി, ഇതൊക്കെ തമ്മിൽ എന്ത് ബന്ധാ? ഇതൊക്കെ കുടുംബത്തിന് കൊടുക്കുന്ന വാല്യൂ എത്രയെന്നുള്ളത് ആ ആദില നൂറിന്റെ എയർപോർട്ട് സ്വീകരണം കണ്ടപ്പോൾ മനസ്സിലായി. അവർക്കുമില്ലേ ഒരു മാതാപിതാക്കളും കുടുംബമൊക്കെ. അവര് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ അത് അവര് ചെയ്യട്ടെ. അതിനൊക്കെ താങ്ങിയിട്ട് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് ആലോചിച്ചില്ലേ ഇത് കാണാനും അവർക്കൊരു ഫാമിലി ഉണ്ട്, അവർക്കൊരു കുടുംബം ഉണ്ടെന്ന്. അപ്പൊ എന്താ പറയുന്നത്, കൊടുത്താ കൊല്ലത്തെന്നല്ല, ഇപ്പൊ 14 ജില്ലയിലും കിട്ടൽ തുടങ്ങിയിട്ടു. മനസ്സിലായോ? ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഞാനിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരെ നിങ്ങൾ പേര് ഉപയോഗിച്ച് അവർ ഡ്രഗ് ഉപയോഗിച്ചു പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതൊരു ഒരു പോസ്റ്റർ പോലെ ഉണ്ടാക്കിയത് ഇറക്കും. അപ്പൊ ഞാൻ ഇപ്പം ഒരു ഏതോ ഫൈനൽ റീൽസോ ഏതോ ഒരു പോസ്റ്റില് സജിന നൂറിന് ദിയാസന MDMA കൊടുത്തു, വോയിസ് ക്ലിപ്പ് പുറത്തെന്നൊക്കെ. വോയിസ് ക്ലിപ്പ് വേറെ എന്തോ വോയിസ് ക്ലിപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ പോസ്റ്റുകൾ വരുന്നത്. അപ്പൊ ഞാൻ നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ ആഡ് ഓൺ ആക്കും. കാരണം നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ അത് ചെയ്തു. ആഡ് ഓൺ ആക്കിയാലും വേണ്ടില്ല, പശു ഓൺ ആക്കിയാലും വേണ്ടില്ല, സംഗതി മൊത്തം കയ്യിൽ നിന്ന് പോയിക്കൊള്ളും. അതിനെ കുറിച്ച് എനിക്ക് വല്ല ധാരണയുണ്ടോ? ഒരു റൂമിലിരുന്ന് ഒരുമിച്ചിട്ട് സകല തമ്മാടിത്തരം ചെയ്തിട്ട് അവസാനം തെറ്റിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാണ് സംഭവം. ഇതൊക്കെ ഇവര് ചെയ്തതാ. അതുകൊണ്ടാണല്ലോ എത്ര ധൈര്യമായിട്ട് പറയുന്നത്. ഓരോരുത്തർക്കുള്ള പേടി എന്താ അറിയോ? ഇന്റെ കൂടെ ചെയ്യാൻ ഇവളും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇവളിത് പറയില്ല, കാരണം അവളും കുടുങ്ങുമല്ലോ എന്ന്. ഇതേ പേടി തന്നെയാണ് മറ്റാൾക്കും. പക്ഷെ എന്തായി, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലൂകൾ ഇങ്ങനെ വാരിയിടൽ തുടങ്ങി. ആ ക്ലൂമൊന്നും പിന്നെ നിന്നില്ല. പിന്നെന്തായി, ഓരോരുത്തരും ഞാനാണ് സത്യം എന്നുള്ളത് തെളിയിക്കാൻ നടക്കൽ തുടങ്ങി. ഇവരൊക്കെ ഏതാ മുതലറിയോ? എന്നിട്ട് ഇവരെ വെച്ചിട്ടാണ് ബംഗാളികളെ പിന്നാലെ തൂഫാൻ എന്നും പറഞ്ഞ് നടക്കണേ ഇവിടുത്തെ പോലീസുകാര്. ഇനി ഇത് മാത്രല്ല കേട്ടോ, സജനാനെ കുറിച്ചിട്ട് ദീയും പറയുന്നുണ്ട്. ദിയാസന ഓളൊന്ന് തലകീഴായി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ കിലോ താഴത്തേക്ക് ചാടുത്തേ ഓളുടെ മൂക്കുന്നു വായുന്നു. അത്രയും അഡിക്റ്റാണ് ഇവൾ ഇതിനെന്നുള്ളത്. കേൾക്കണങ്ങള്. ഇവരൊക്കെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒറ്റാനും ചോർത്താനും എന്താ പറയാ രഹസ്യങ്ങൾ പുറത്തുവിടാനൊക്കെ ഇറങ്ങിയിരിക്കുക. അതുകൊണ്ട് എന്തായി, എല്ലാരും അങ്ങോട്ട് മാറി. ഈ വീഡിയോ ഒന്ന് കണ്ടോക്കണി. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളിയും കണ്ടു പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇത് ചെയ്യണത്.
ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോ ഉള്ള MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിന്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ കുറെ അലിഗേഷൻസ്. അതായത് ഒരിക്കലും, അതായത് ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട്, അതല്ലാത്ത ആൾക്കാരുടെ പേര് സജനാണ് ഇവള് പറയുന്നുണ്ട്. എന്നെ കുറെ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആൾ ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറെ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ ഫിറോസ് തന്നെ ഈ സജനാനെ കെട്ടുന്ന എപ്പോഴറിയോ? 2ാം വിവാഹമാണ്. അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഈ 2ാം വിവാഹം എന്ന് പറഞ്ഞിട്ട് ഫിറോസിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഫിറോസ് എന്ത് ചെയ്തു? കുറച്ച് ഫ്രീഡം അങ്ങനെ കൊടുത്തു. എങ്ങനെ? കുറച്ച് ഫ്രീഡം. ആ കുറച്ച് ഫ്രീഡം അവൾക്ക് പോരാതായപ്പോൾ എന്ത് ചെയ്തു? വലിയ ഫ്രീഡം അങ്ങനെയാണ് വാങ്ങി. ആ വാങ്ങിയപ്പോൾ എന്തായി? പൂക്കുറ്റിയും കൊണ്ടാണ് പോയി. ഏത്? നമ്മളെ റസൂൽ പൂക്കുറ്റിയല്ലേ, ആ റസൂൽ പൂക്കുറ്റിയുടെ ഒരു കുഞ്ഞുവാവനെ വയറ്റിലിട്ടിട്ടാണ് ഇപ്പോൾ ഓള് നടക്കുന്നത്. എന്നിട്ടും അതിന് പ്രതിഫലം ചോദിച്ചത് പുറത്ത് പറയാതിരിക്കാം 3 കോടി റുപ്യ. 3 കോടി റുപ്യേണ്ട ഇതാ ഈ 3 കോടിയെ മുക്കക്ക് വന്ന ഇപ്പൊ ഞാൻ ഇതൊക്കെ ഒഴിവാക്കാന്നാ പറഞ്ഞത്. അവൾ തന്നെ വേറൊരു ഇന്റർവ്യൂ കയറി ഇരുന്നിട്ട് പറയുക, കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല, കുഞ്ഞുങ്ങള് അവരെ തൊട്ട് കളിക്കരുത്. ഏത്? 3 കോടി കിട്ടിയ ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ നടക്കുന്ന ഇവളാ പറയുന്നത്. കുഞ്ഞുങ്ങളെ പറയാൻ പാടില്ല, എനിക്കത് സഹിക്കൂല. ഇവളൊക്കെ ഏതാ മുതലെച്ചിട്ടാ? ഇപ്പൊ കരയണം തോന്നിയാ കരയാ, ഇപ്പൊ ചിരിക്കണം തോന്നിയാ ഇപ്പൊ ചിരിക്കുക, ഇപ്പൊ വേറെ എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ അത് ചെയ്യുക. അത്ര സിമ്പിളാണ് ഇവളുടെ മൈൻഡിലൊക്കെ ചില നമുക്കൊക്കെ വലിയ കാര്യഗൗരവമുള്ള കാര്യങ്ങൾ. ഇവൾമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചളി വാരി എറിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെയും പിരിച്ചുവിടേണ്ടി വരും, കേരള സർക്കാരിനെയും പിരിച്ചുവിടേണ്ടി വരും. അമ്മാതിരി കാര്യങ്ങളാ പുറത്തു വരിക. ഇതൊന്നുമല്ല കോമഡി. ഇന്നലെ സജന ഒരു വീഡിയോ ഇട്ടിരുന്നു. സജന നൂറ്. ഇപ്പൊ 199 ഒക്കെയാണ്. ഫിറോസ് ഒഴിവായല്ലോ. ആദ്യം സജന ഫിറോസ് ആയിരുന്നു, ഇപ്പൊ സജന നൂറാണ്. എന്തായാലും സജന ഇന്നലെ ഒരു 2 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത്, ഞാൻ സത്യം പറഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നി. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സജനാന്റെ ഒരു ശരിയായിട്ടുള്ളൊരു വാക്ക് എനിക്ക് തോന്നിയതും അത് ശരി വെക്കാൻ തോന്നിയതും അവളുടെ ആ വാക്കുകളാണ്. അതെന്താണ് ആ വാക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദിയാസനക്കെതിരെയുള്ള വീഡിയോ ആയിരുന്നു അത്. ഈ ദിയാസന എന്തെങ്കിലും, അതായത് ബസ്സിൽ കണ്ണിറുക്കി കാണിച്ചോനെ വരെ കായും മായും പൂയും ചേർത്തിട്ടൊക്കെയാണ് അത്രയും പബ്ലിക്കിന്റെ അടിയിൽ ഒരു നാണവും മാനവും ഇല്ലാണ്ട് അനാവശ്യം വിളിച്ചുകൊണ്ടിരുന്നീന്ന്. അതൊക്കെ നിങ്ങൾക്ക് അറിയും. മലയാളികൾക്ക് നന്നായി അറിയുന്നൊരു മുതലാണ് ഈ ദിയാസന. എവിടെ എന്തിനവസരം കിട്ടിയാലും അത് പാഴാക്കൂല എന്നുള്ളത്. പക്ഷെ ഇത്രയും വലിയ ഒരാരോപണം ഈ സജിന ഈ മറുനാടൻ ചാനലിൽ പോയിരുന്നിട്ട് ദിയാസന MDM ആണ്, ഡ്രഗ്സാണ്, അന്യ പുരുഷനുമായിട്ടുള്ള പല ബന്ധത്തിന്റെ രഹസ്യങ്ങൾ അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പറയാൻ പറ്റാത്ത ഒന്നുമില്ല, അത്രയും പറഞ്ഞു തീർത്തുക്കണം ആരെ? സജിന. എന്നിട്ട് അതിന് റിപ്ലൈ കൊടുത്ത രീതിയാണ് ഇപ്പം നിങ്ങൾ കുറച്ച് മുമ്പ് കേട്ടത്. അപ്പോൾ ഈ സജിനെ പറയുന്നുണ്ട്, സാധാരണ ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ കായും മായും കൂയും ഒക്കെ വെച്ചിട്ട് തുടങ്ങുന്ന നീ, ഞാൻ ഇത്ര വലിയൊരു ആരോപണം ഉയർത്തിയിട്ടും എന്ത് കൊണ്ടിച്ച് കടന്ന് മെഴുകണു? എന്താ നിന്റെ വായിന്നൊരു അനാവശ്യം വരാത്ത? പേടി തോന്നുന്നുണ്ടല്ലേ? പേടിക്കണം, പേടിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ദിയാസനക്ക് എവിടേക്ക് എന്തൊക്കെ ഒരു പേടിയുണ്ട്. കാരണം അങ്ങനെ മെഴുകുന്നുണ്ടല്ലോ നേരത്തെ ആ വീഡിയോയില്. ഞാൻ നിങ്ങൾക്ക് പറയാം, എനിക്ക് കുറച്ച് സമയം വേണം, ഞാൻ വിശദീകരിച്ച് നിങ്ങളോട് പറയാം. കാരണം അത് എങ്ങനെയും എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കണ്ടേ എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത്. അപ്പൊ അതിനുള്ള ഒരു കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ ആലോചിച്ചുണ്ടാക്കിയിട്ട് സത്യമാണെങ്കിലല്ലേ ഒറ്റ വീഡിയോയിൽ അത് തുറന്നടിച്ച് മറുപടി കൊടുക്കാൻ പറ്റൂ. ഇത് സത്യമല്ല എന്നുള്ള അവൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് എന്തായി, ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം, ഇപ്പൊ ഞാൻ വേറെ കുറച്ച് തിരക്കില്ല, അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് നിനക്കറിയാം. എൻ്റെ റിപ്ലൈ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുങ്ങിക്കാണ് 34. എന്തായാലും സജിന പറയുന്ന ഇതൊന്ന് കേക്കിങ്ങള്. എൻ്റെ ദിയാസന, നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക് ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ എന്തോ ഒരു സൗമ്യം. ദിയ എടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞാൽ ദിയ കയറി പറയാൻ പോകുന്നത് അതിൻ്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ സോഷ്യൽ മീഡിയയിലാവട്ടെ അവൾ എവിടെ അങ്ങനെയാണ് പറയുന്നത്. അല്ല ദിയ, അപ്പം ദിയക്ക് എന്ത് പേടിയുണ്ടോ? എന്തോ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കുന്നല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. എന്നെക്കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷ്നി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1
റോഷ്നി. കാരണം എന്തായാലും ഞാൻ ഇത്രയൊന്നും അറിയില്ലേ. അപ്പൊ എന്നെയൊന്ന് ഭയങ്കരമായിട്ട് റോഷ്നി നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയ നീയെ. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നീ ഈ വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്തേനെ. എൻ്റെ ദിയാസന, നീ എങ്ങനെയുണ്ട്? എന്തൊക്കെ പുറത്തു വന്നു. ഒരു ഫിറോസ് സജനാനെ കാര്യം ഒഴിവാക്കിയതാ. ഇപ്പം ഇത് ഇന്റർനാഷണൽ വരെ എത്തിക്കുന്ന കാര്യങ്ങൾ. ഇവർ ദുബായി പോയി കാണിച്ചു കൂട്ടിയുന്നതും ഇവർ യൂസ് ചെയ്തിരുന്ന ഡ്രഗ്സുകളും എല്ലാ കഥയും പുറത്ത് ഓരോന്ന്. ഇനിയിപ്പോൾ മറ്റോളിപ്പോൾ എന്തൊക്കെ കഥയും തിരക്കഥയൊക്കെ എഴുതാൻ പോയിക്കുക. ആര്? ദിയാസന. ഇനി വരും ഇവളായിട്ടുള്ള രഹസ്യങ്ങൾ ഫുള്ള് വിളിച്ചു പറയാം. ഇത് മറ്റേ എന്താ പറയുക, കഥയും തിരക്കഥയും ഞാൻ ഉദ്ദേശിച്ചത് ഫേക്ക് ആണെന്നൊന്നല്ല കേട്ടോ. ഒരു തരത്തിൽ ഇതൊന്നും ഫേക്ക് ഉണ്ടാവില്ല. രണ്ടാളും വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഴ്ത്തി പാടുന്നത് മുഴുവൻ സത്യമാണ്. അല്ലാതെ ഒരു പെണ്ണിനെ കൊണ്ടൊന്നും ഇങ്ങനെ ആകാൻ കഴിയൂല. ഇവരൊക്കെ ജീവിതം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കാം. മറ്റോള് എന്താ ഫെമിനിസ്റ്റ് എന്നും പറഞ്ഞിട്ടാണ് നടന്നിരുന്നത്. ആണുങ്ങളെ നെഞ്ഞത്ത് കയറാം ദിയാസന. ആ ഓൾക്കൊന്നും ഇതിനോടൊന്നും പ്രതികരിക്കാൻ ഒരു മൂടുമില്ല. ആകെ കുഴഞ്ഞിക്കണു ഓളൊക്കെ. എന്തായാലും തൂഫാന് നേരെ അങ്ങോട്ട് തൂഫാനാക്കണേ നല്ലത്. കാരണം ഈ കേരളത്തിൽ കൂടെ നടന്നിട്ട് തൂഫാനും കൊണ്ട് ഒരു കാര്യമല്ല. ആ ഡിബറ്റനൊക്കെ നിലക്ക് നിർത്താൻ പഠിച്ചണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.